ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. 8ാം ക്ലാസ് മാത്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായ ചാപ്റ്റർ ഏതാണെന്ന് ഒരിക്കൽ കുട്ടികളോട് ഒരു പോളിലൂടെ ചോദിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആൻസർ പറഞ്ഞത് റേഷ്യോ അംശബന്ധം എന്നായിരുന്നു. അങ്ങനെ ഒരു ആൻസർ വരാൻ കാരണക്കാരനായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നന്നായി ശ്രദ്ധിച്ചോട്ടോ, നന്നായി ശ്രദ്ധിച്ചു. എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളിലൊന്നാണ്. ആസിഡും വെള്ളവും 2:3 എന്ന അംശബന്ധത്തിൽ കലർത്തി 60 ലിറ്റർ ദ്രാവകം ഉണ്ടാക്കി. ആസിഡ് ആൻഡ് വാട്ടർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 2:3 ടു മേക്ക് എ മിക്സ്ചർ ഓഫ് 60 ലിറ്റേഴ്സ്. ഈ അംശബന്ധം 3:4 ആക്കാൻ 3:4 ആക്കണമെങ്കിൽ ആസിഡ് ആണോ വെള്ളമാണോ കൂടുതൽ ചേർക്കേണ്ടത്, എത്ര ലിറ്റർ? To make this ratio 3:4, should more acid or water be added? How many liters? എന്നതാണ് ചോദ്യം. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തെ സിമ്പിൾ ആക്കി ഇങ്ങനെ പറയാം. ആസിഡും വാട്ടറും മിക്സ് ചെയ്തിട്ടുണ്ട് 2:3 2:3 എന്ന റേഷ്യോയിൽ 60 ലിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റേഷ്യോ 3:4 ആക്കണമെങ്കിൽ ആസിഡ് ആണോ കൂടുതൽ ചേർക്കേണ്ടത്, വാട്ടർ ആണോ കൂടുതൽ ചേർക്കേണ്ടത്, എത്ര ചേർക്കണം? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ പറയുക മക്കളെ? ആദ്യം ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന സാധനത്തെ ഞാനൊന്ന് എടുത്ത് ഇതാണ് കേട്ടോ. ആസിഡ് ഈസ് ടു വാട്ടർ അഥവാ ആസിഡ് ഈസ് ടു വെള്ളം അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. ആസിഡും വെള്ളവും എത്ര അംശബന്ധത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2:3 നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ട് എന്നും തന്നിട്ടുണ്ട്, 60 ലിറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളോട് പറഞ്ഞത് എന്താ, ഈ റേഷ്യോ 3:4 ആക്കി മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ നമ്മൾ ആരെ ആഡ് ചെയ്യണം എന്നുള്ളതാണല്ലോ ക്വസ്റ്റ്യൻ. നന്നായി ശ്രദ്ധിച്ചോട്ടോ. അപ്പൊ ആസിഡും വാട്ടറും 2:3 എന്ന റേഷ്യോയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മക്കളെ, അതിനർത്ഥം 2 ലിറ്റർ ആസിഡും 3 ലിറ്റർ വെള്ളവും എന്നാണോ? അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതവിടെ റേഷ്യോ തന്നാൽ അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന 60 ലിറ്ററിൽ എത്ര ആസിഡ് ഉണ്ട്, എത്ര വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, ഞാൻ രണ്ടാളെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം റേഷ്യോൻ്റെ 2 സൈഡിലും ഈക്വലായി മൾട്ടിപ്ലൈ ചെയ്താൽ അതേ റേഷ്യോ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ റേഷ്യോ എന്താക്കി മാറ്റുകയാണ്, 2x:3x എന്നാക്കി മാറ്റാണ്. ആസിഡ് ഈസ് ടു വാട്ടർ, ആസിഡ് ഈസ് ടു വെള്ളം എന്നുള്ള റേഷ്യോ എന്താക്കി മാറ്റി? 2x:3x ആക്കി മാറ്റി. അപ്പോൾ നമുക്കറിയാം ഈ 2x-ഉം 3x-ഉം ഈ ആസിഡും വെള്ളവും കൂടി കൂട്ടിയാൽ ആകെ 60 ലിറ്റർ അല്ലേ ഉള്ളത്? ആസിഡും വെള്ളവും കൂടി കൂട്ടിയാൽ ആകെ 60 ലിറ്റർ ആണുള്ളത്. അപ്പോൾ ആസിഡിൻ്റെ അളവ് എത്രയാ? 2x ആണ്. വാട്ടറിൻ്റെ അളവ് എത്രയാ? 3x. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ എത്ര ലിറ്റർ കിട്ടും എന്നാണ് പറഞ്ഞത്? 60 ലിറ്റർ. ഞാൻ ആഡ് ചെയ്യാണ്. 2x + 3x = 60 ലിറ്റർ അഥവാ 60 ലിറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2x-ഉം 3x-ഉം 2x-ഉം 3x എത്രടാ? 5x അല്ലേ? സോ 5x = 60 ലിറ്റർ. എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ ഈ 5നെ ഞാൻ താഴോട്ട് കൊണ്ടുപോയാൽ x = 60/5 60/5 = 12 ലിറ്റർ. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 12 ആണെന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 12 ആണെന്ന് കിട്ടിയാൽ ഇനി എത്ര ആസിഡ് ഉണ്ട്, എത്ര വാട്ടർ ഉണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പണിയുണ്ടോ? ഇല്ല. ആസിഡിൻ്റെ വാല്യൂ നമ്മൾ 2x ആണ് എടുത്തത്, വാട്ടറിൻ്റെ വാല്യൂ നമ്മൾ 3x ആണ് എടുത്തത്. അപ്പോൾ ഞാൻ എത്ര ആസിഡ് ഉണ്ട് നോക്കുകയാണ്. എത്ര ആസിഡ് ഉണ്ട്? 2x ആണ് ആസിഡിൻ്റെ വാല്യൂ. സോ x 12 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ എനിക്ക് എഴുതാം 2 × 12 = 24. അപ്പോൾ എത്ര ആസിഡ് ഉണ്ട്? 24 ലിറ്റർ ആസിഡ് ഉണ്ട്. 24 ലിറ്റർ ആസിഡ്. ഇനി ഞാൻ നോക്കുകയാണ് വാട്ടർ എത്ര ഉണ്ട് നോക്കുകയാണ്. വെള്ളം എത്ര ഉണ്ട്? വെള്ളം 3x എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് വാട്ടർ എന്ന് പറയുന്നത് 3x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12 ആണെങ്കിൽ 3 × 12 = 36 ലിറ്റർ. അപ്പോൾ എനിക്ക് കിട്ടി ടോട്ടലുള്ള 60 ലിറ്ററിൽ 24 ലിറ്റർ ആസിഡും 36 ലിറ്റർ വാട്ടറുമാണ് ഉണ്ടായിരുന്നത്. ഈ ഭാഗം ക്ലിയർ അല്ലേ? എന്തേ ചെയ്തിട്ടുള്ളൂ? ആസിഡും വാട്ടറിൻ്റെ റേഷ്യോ എഴുതി, രണ്ടിനും നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് നേരെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ 60 ലിറ്റർ ആയതുണ്ടായിരുന്നത്. അതിന് എക്സ് സോൾവ് ചെയ്തു. എക്സ് സോൾവ് ചെയ്തപ്പോൾ ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും അളവ് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? 2:3 എന്നുള്ള റേഷ്യോയെ നമുക്ക് എന്താക്കി മാറ്റണം? 3/4 ആക്കി മാറ്റണം. 2:3 എന്താക്കി മാറ്റണം? 3:4 എന്നാക്കി മാറ്റണം. അപ്പോൾ അത് മാറ്റണമെങ്കിൽ
അത് മാറ്റണമെങ്കിൽ ആരെ ആഡ് ചെയ്യണം എന്ന് ആദ്യം കണ്ടെത്തണം അല്ലേ. ആസിഡ് ആണോ വെള്ളമാണോ കൂടുതൽ ചേർക്കേണ്ടതെന്ന് ആദ്യം കണ്ടെത്തണം. എന്നിട്ടല്ലേ എത്ര ലിറ്റർ എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഷുഡ് മോർ ആസിഡ് ഓർ വാട്ടർ ബി ആഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് ശ്രദ്ധിച്ചോട്ടോ. നമുക്കറിയാം A:B എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്. A/Bക്ക് ഈക്വൽ ആണ്. അതായത് A:B നമുക്ക് എന്ത് എഴുതാം, A/B എന്ന് എഴുതാം. A:B എന്തായിട്ടും എഴുതാം, A/B എന്ന ഫോമിൽ എഴുതാം. അപ്പൊ ഞാൻ എഴുതാണ് 2/3 gives 3/4. 2/3 എനിക്ക് എന്താക്കി മാറ്റണം, 3/4. അപ്പൊ ഞാൻ നോക്കാണ് ആസിഡ് ഈസ് ടു വാട്ടർ അല്ലേ ഈ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെന്താക്കി മാറ്റി, ആസിഡ് ബൈ വാട്ടർ ആക്കി മാറ്റി. ആസിഡ് ബൈ ജലം, അതിന്റെ റേഷ്യോ 2/3 എന്താക്കണം, 3/4 ആക്കി മാറ്റണം. അപ്പോൾ ഏതാണ് കൂടുതൽ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ ഞാൻ എന്ത് ചെയ്യണം അറിയാം മക്കളെ. ഇതിന് രണ്ടിന് ഡിനോമിനേറ്റർ ഞാൻ സെയിം ആക്കാണ്, ഛേദം തുല്യമാക്കാണ്. ഛേദം തുല്യമാക്കാൻ എന്ത് ചെയ്യേണ്ടത്, 3ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, 12 ആക്കിയാൽ മതി. സോ താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 4 പറഞ്ഞാൽ എത്രടാ 8, 3 × 4 എന്ന് പറഞ്ഞാൽ 12. 8/12 ഗിവ്സ് നമുക്ക് എന്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, 12 ഇവിടെ ആക്കണ്ടേ. സോ 4 3 കൊണ്ട് ഗുണിച്ചു, മുകളിലും 3 കൊണ്ട് ഗുണിച്ചു, 9/12 എന്ന് കിട്ടി. അപ്പൊ നോക്കടാ, ആസിഡ് ഈസ് ടു വാട്ടർ നമ്മൾ ആസിഡ് ബൈ വാട്ടർ ആക്കി മാറ്റില്ലേ. A:B A/B എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആസിഡ് ഈസ് ടു വാട്ടറിനെ ഞാൻ ആസിഡ് ബൈ വാട്ടർ എന്നാക്കി മാറ്റിയപ്പോൾ എന്തായി മാറി, 8:12 എന്ന് വരേണ്ടത് 8/12 ആയി, 9:12 9/12 ആയി. നോക്കടാ, വാട്ടറിന്റെ അളവല്ലേ താഴെ ഉള്ളത്, ഡിനോമിനേറ്റർ ഉള്ളത്, അത് ഇവിടെയും 12 ആണ്, ഇവിടെയും 12 ആണ്. ദാറ്റ് മീൻസ് വാട്ടറിന്റെ അളവ് മാറിയിട്ടുണ്ടോ, ഇല്ല, വെള്ളത്തിന്റെ അളവ് മാറിയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കണം, മുകളിലുള്ള ആളല്ലേ ആസിഡ് എന്ന് പറയുന്നത്, ആസിഡിന്റെ അളവ് 8ൽ നിന്നും എത്രയായി മാറിയിട്ടുണ്ട്, 9 ആയി മാറിയിട്ടുണ്ട്. 8ൽ നിന്നും 9 ആവുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആവലല്ലേ, കൂടലല്ലേ. അപ്പൊ എനിക്ക് പറയാം 2:3 3/4 ആവണമെങ്കിൽ ഇവിടെ ആരാണ് ആഡ് ചെയ്യേണ്ടത്, ആസിഡ് ആണ് ആഡ് ചെയ്യപ്പെടേണ്ടത്. നമ്മൾ കൂട്ടേണ്ടത് ആരെയാണ്, ആസിഡിനെയാണ് കൂട്ടേണ്ടത് എന്നെനിക്ക് കിട്ടി. ഒരു ചോദ്യത്തിന് ആൻസറായി. ആസിഡ് ആണോ വെള്ളമാണോ കൂടുതൽ ചേർക്കേണ്ടത്, ആരാണ് ചേർക്കേണ്ടത്, ആസിഡ് ആണ് ചേർക്കേണ്ടത്. എങ്ങനെയാ കിട്ടിയത്, 2:3 നമ്മൾ എന്താക്കി മാറ്റാം, 3/4. അപ്പോൾ രണ്ട് ഭാഗത്തും ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയപ്പോൾ ഇവിടെ ആസിഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി എത്ര കൂട്ടണം എന്നെനിക്ക് കണ്ടുപിടിക്കണം. ഓൾറെഡി നമ്മളെ കയ്യിലുള്ള ആസിഡ് 24 ലിറ്റർ, വാട്ടർ 36 ലിറ്റർ. അപ്പം ഞാൻ ഇതാണ് ആസിഡ് നമ്മൾക്ക് എത്ര ഉണ്ട്, ആസിഡ് നമ്മളെ കയ്യിൽ 24 ലിറ്റർ ഉണ്ട്, വാട്ടർ 36 ലിറ്റർ ഉണ്ട്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണല്ലോ നമുക്ക് ഓൾറെഡി തന്നിരുന്നത്, എന്താ 2:3 എന്നുള്ള റേഷ്യോ തന്നിരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, 24 ലിറ്റർ ആസിഡും 36 ലിറ്റർ വാട്ടറും ആണ് ഉണ്ടായിരുന്നത്. ഈ വാട്ടറിൻ്റെ അളവിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. ബട്ട് ആസിഡിന്റെ അളവിൽ എത്ര ഒരു ആഡ് ചെയ്താൽ അല്ലേ, ആസിഡ് കുറച്ച് ആഡ് ചെയ്താൽ റേഷ്യോ 3/4 ആയി മാറുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആസിഡാണ് നമ്മൾ കുറച്ച് ആഡ് ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഇതാണ്, നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്തു, കുറച്ച് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്ത ആസിഡിന്റെ അളവ് ഞാൻ എന്താക്കി എടുത്തു, y എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം 24 + y = 36. ആസിഡ് കുറച്ചും കൂടി ആഡ് ചെയ്തപ്പോൾ റേഷ്യോ 3/4 ആയി മാറി എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ഇതാണ് 3:4. റേഷ്യോ എത്ര ആക്കി മാറ്റും, 3:4. അഥവാ ഇവിടെ ഉണ്ടായിരുന്ന ഈ 2:3 എന്നുള്ള റേഷ്യോയിലേക്ക് കുറച്ച് ആസിഡും കൂടി ചേർത്താൽ റേഷ്യോ എത്ര ആയിട്ട് മാറും, 3:4 ആയിട്ട് മാറും. അപ്പം ഞാൻ ആസിഡിലേക്ക് കുറച്ച് ആസിഡും കൂടി ആഡ് ചെയ്തപ്പോൾ റേഷ്യോ 3:4 ആയിട്ട് മാറി. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A:B ഞാൻ ബൈ ആക്കി എഴുതാണ്. അങ്ങനെ ബൈ ആക്കി എഴുതിയാൽ 24 + y / 36 = 3:4 എന്തായിട്ട് മാറും, 3/4 എന്നായിട്ട് മാറും. നമ്മൾ ആൻസർ ഓൾമോസ്റ്റ് ക്ലോസ് ആയി. എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ /4 ഇപ്പുറത്തെത്തിയാൽ എന്താ ഇവിടെ × 4 ആവും അല്ലേ, 4 × 24 + y = 36 ഇങ്ങോട്ട് കൊണ്ടുപോയി 3 × 36 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 × 24 80 96 കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ എനിക്ക് അറിയുന്നതുകൊണ്ട് ഇതാണ് പ്ലസ് 4 × y ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാളോട് മൾട്ടിപ്ലൈ ചെയ്യണം. 4y = 3 × 36 = 108 108 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വൈയുടെ എത്ര ആസിഡ് ആഡ് ചെയ്തു എന്നല്ല എനിക്ക് കിട്ടേണ്ടത്. ഈ 4y മാം ഇവിടെ വെച്ചു, ബാക്കി 96 ഇപ്പുറത്തുണ്ടായാൽ പ്ലസ് ഉള്ളത് അപ്പുറത്തെത്തുമ്പോൾ എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും. അപ്പം ഞാൻ ഇതാണ് 4y =
ഓക്കെ 4y ഈസ് ഈക്വൽ ടു ഓൾറെഡി അവിടെ ആരുണ്ട് 108 ഉണ്ട്. ഇപ്പുറത്തുള്ള 96 അവിടെ കൊണ്ടുപോയപ്പോൾ എന്തായിട്ട് മാറി? ഇപ്പുറത്തുള്ള 96 അവിടെ എത്തിയപ്പോൾ -96 മാറി. അപ്പം എനിക്ക് പറയാം 4y ഈസ് ഈക്വൽ ടു 108നോട് 96 കുറച്ച് എത്രടാ ഈസ് ഈക്വൽ ടു 12. വൈൻ്റെ വാല്യൂ അല്ലേ നമുക്ക് കിട്ടേണ്ടി. അപ്പോൾ ഈ 4നെയും കൂടി ഞാൻ അപ്പുറത്തുണ്ടായാൽ by4 ആയിട്ട് മാറും. സോ y ഈസ് ഈക്വൽ ടു 12/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പം നമുക്ക് പറയാം 24 ലിറ്റർ ആസിഡും 36 ലിറ്റർ വാട്ടറും തമ്മിൽ 2:3 എന്ന റേഷ്യോയിലായിരുന്നു, അംശബന്ധത്തിലായിരുന്നു. അതിലേക്ക് നമ്മൾ 3 ലിറ്റർ ആസിഡും കൂടി ആഡ് ചെയ്താൽ 3 ലിറ്റർ ആസിഡും കൂടി ആഡ് ചെയ്താൽ റേഷ്യോ എത്രയായിട്ട് മാറും? 3:4 ആയിട്ട് മാറുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ y ആണല്ലോ നമ്മൾ ആഡ് ചെയ്ത ആസിഡിൻ്റെ അളവ്. y എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 3 ലിറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അത്ര ഈസി ആയ ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മക്കൾ, ക്ലാസ് കണ്ട് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.